ഹായ്, ഇറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡയറ്റുകാർക്ക് പറ്റിയ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെയാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഈസി ലഞ്ച് ഓപ്ഷനാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ഡയറ്റ് നോക്കുന്ന കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഡയറ്റുകാർക്ക് പറ്റിയ കുറച്ച് ഫുഡ് അവർ സെയിം ഫുഡ് തന്നെ കഴിച്ച് ബോറടിക്കണമെന്ന്. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരം കിഴങ്ങും പരിപ്പും നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഡയറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അതിൽ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ ചെയ്യുന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച അടുത്ത 3 ദിവസത്തേക്കുള്ളത് ഒരു ബാച്ചായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ലഞ്ചിന് നമുക്ക് ഓൾറെഡി ഫുഡ് റെഡി ആയതുകൊണ്ട് ഓഫീസിൽ ചെന്ന് ജങ്ക് കഴിക്കേണ്ട ആവശ്യമോ, അല്ലെങ്കിൽ ഓൾറെഡി ഫുഡ് ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ 3 ദിവസത്തേക്ക് ബാച്ചായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമുണ്ട്, സമയം ഒത്തിരി ലാഭിക്കാം, നിങ്ങൾ അധികം അൺഹെൽത്തി കഴിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ 3 ദിവസമായിട്ട് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് കേടാവുന്നതെന്ന് പറയാൻ പോകുന്ന ആൾക്കാരോടടുത്ത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഇത് നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. പക്ഷേ അതിന് അൺഹെൽത്തി കഴിക്കുന്നതിനേക്കാളും എന്തായാലും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. പിന്നെ ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ട് നെറ്റിലും യൂട്യൂബിലൊക്കെ ആൾക്കാർ ഒരു വീക്കിലേക്കുള്ള 4 ഡേയ്സും 5 ഡേയ്സിലേക്കുള്ള ബാച്ച് കുക്കിംഗ് ചെയ്ത് വയ്ക്കുന്നത്. അതായത് അവരുടെ ടൈം സേവ് ചെയ്യാനും ഇതുപോലെ തന്നെ ഹെൽത്തി കുക്കിങ്ങും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനായിട്ട്, അതായത് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് ചോറ്, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്ന് നമ്മളിത് വെയിറ്റ് ലോസ് ലഞ്ച് ആയതുകൊണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിനായിട്ട് കഴിക്കുന്നത് മധുരം കിഴങ്ങാണ്. വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റും കോളിഫ്ലവറും ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പരിപ്പ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപ്പും വെജിറ്റബിൾസും കൂട്ടി ഒരു കറി പോലെ, അല്ലെങ്കിൽ കറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ മധുരം കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കും. ഇനിയിപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ, ഇതൊരു 2 സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി, ഇത് അത്യാവശ്യം നല്ല നീളമുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നേ, അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തുമ്പൊക്കെ മുറിച്ച് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക കഴിക്കാൻ പാകത്തിന് കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതും പിന്നെ കോളിഫ്ലവറുമാണ്. കോളിഫ്ലവർ ഞാനൊരു അത്യാവശ്യം വലിയ ഒരു കോളിഫ്ലവറിൻ്റെ കാൽ ഭാഗം ഫുള്ളുമായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തോരമാണുള്ളത് അതത്ര എടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഈ പച്ചക്കറികൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബീൻസ് ആണുള്ളതെങ്കിൽ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചീരയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോക്കോളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അതെടുക്കുക. പിന്നെ നമ്മൾ പരിപ്പ് എടുത്തിരിക്കുന്നത് ഏകദേശം 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടിയാണ്. ഇനി ഞാൻ നമ്മുടെ പരിപ്പിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ നനച്ചു വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് ചേർക്കാം. ഇനി ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരിപ്പിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇഞ്ച് പൊക്കത്തിൽ വെള്ളം കിട്ടാൻ പാകത്തിന്. ഇനിയിപ്പോൾ വെള്ളം കുറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് മൂടി വെച്ചാണല്ലോ വേവിക്കുന്നത്. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അത് തുറന്ന് നോക്കി നമുക്ക് വെള്ളം വേണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇനി ഞാൻ ഈ പരിപ്പിൻ്റെയും ഈ വെള്ളത്തിൽ വെച്ചേക്കുന്നതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർക്കാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഇത് വെള്ളം പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണേ. ഇതൊന്ന് ശരിക്കും ഒന്ന് വേവട്ടെ. ഞാനത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓരോ 5 മിനിറ്റിലും ഇത് നോക്കി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കി, വെള്ളം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, നല്ല കഷ്ണം പോലെയാണ് ഇരിക്കുന്നത്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പരുവത്തിലാണോ ഇഷ്ടം അതുപോലെ എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം കുക്കറിൽ ഒരു വിസിൽ വേപ്പിച്ചെടുത്താൽ മതി. അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഓരോ പരിപ്പായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ഒരു പരിപ്പൊക്കെ എടുത്ത് കയ്യിലൊന്ന് എന്താ പറയുക ഒന്ന് അരച്ച് നോക്കുവാണെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് ഒരു 3-4 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഒരു 3 മിനിറ്റും കൂടി മതിയാവും. ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിനി ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കാവും. ഒരു 3 മിനിറ്റും കൂടെ ഇങ്ങനെ അടച്ചു വേവിക്കുക. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെ എന്തായാലും വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഫുഡ്, നമ്മുടെ ലഞ്ച് റെസിപ്പിക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ശരിക്കും ചൂടാറിയിട്ടൊന്നും ഇല്ല, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഈ സ്വീറ്റ് പൊട്ടനോ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടേ ഉള്ളൂ. അത് ഒരു 20-25 മിനിറ്റാണ് ഞാൻ ആവി കയറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അത് വെന്തോന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ ഒരു ഫോർക്ക് ഇട്ട് കുത്തി നോക്കിയാൽ മതി. അത് നല്ല ഈസി ആയിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ മധുരം കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ പരിപ്പും പച്ചക്കറികളുടെ മിക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിഫിൻ ബോക്സിലോട്ട് അത് മാറ്റാം. അപ്പം ഞാൻ ടിഫിൻ ബോക്സിലേക്ക് എടുക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മധുരം കിഴങ്ങിൻ്റെ കഷ്ണം, അതൊരെണ്ണം, പിന്നെ ബാക്കി നമ്മുടെ ആ പരിപ്പിൻ്റെ മിക്സ്ചർ. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഫില്ലിംഗ് ആണ്. നിങ്ങൾ റൈസൊന്നും ഇല്ലാന്ന് കരുതി ഇത് ഫില്ലിംഗ് അല്ലാന്ന് വിചാരിക്കേണ്ട. കാരണം പരിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വയറ് നിറയും. പിന്നെ മധുരം കിഴങ്ങും നന്നായിട്ട് വയറ് നിറയ്ക്കുന്ന സാധനമാണ്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ ഇപ്പോൾ ഡയറ്റ് ഒന്നും നോക്കാതെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫുഡ് ഇങ്ങനത്തെ കുറയ്ക്കുമ്പോൾ നന്നായിട്ട് വിശക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്യാരറ്റോ ഒരു കുക്കുംബറോ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ സൈഡിലും കൂടെ വെച്ച് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങളുടെ വിശപ്പ് എന്തായാലും മാറും. ഇത് ഭയങ്കര ടേസ്റ്റിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലേ. നിങ്ങളിപ്പോൾ ഡയറ്റ് നോക്കാൻ നിങ്ങളുടെ എന്താ പറയുക, ഹെൽത്തി ഫുഡ് കഴിച്ച് നമുക്ക് എന്താ പറയുക, ഈ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ അതിലധികം എണ്ണയും അതിലും അല്ലെങ്കിൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഭയങ്കര ടേസ്റ്റിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് മാറി മാറി കഴിക്കുമ്പോൾ ഇതും ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ നാട്ടിൽ മധുരം കിഴങ്ങിൻ്റെ സീസൺ ആണെന്ന് എനിക്കറിയില്ല. ഇൻ കേസ് മധുരം കിഴങ്ങിൻ്റെ സീസൺ അല്ല, നിങ്ങൾക്ക് മധുരം കിഴങ്ങ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ചെറിയ ചപ്പാത്തി വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ മധുരം കിഴങ്ങ് കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ ചപ്പാത്തി ഇപ്പം നമ്മൾ എടുത്തേക്കണ ഈ പരിപ്പിൻ്റെ മിക്സ്ചറും. ഇത് ഇനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഞാൻ അടച്ചു വയ്ക്കും. ഇത് ഗ്ലാസിൻ്റെ ബൗളായതുകൊണ്ട് ചൂടോടുകൂടെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഈ ബാക്കി വന്നിരിക്കുന്ന ഈ പരിപ്പിൻ്റെ മിക്സ്ചറും ഈ സ്വീറ്റ് പൊട്ടറ്റോയും ഇത് ഞാൻ ശരിക്കും ചൂടാറി കഴിയുമ്പോൾ, നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഈ സ്വീറ്റ് പൊട്ടറ്റോയും വയ്ക്കും, ഈ പരിപ്പും വയ്ക്കും. എന്നിട്ട് ഞാനിപ്പോൾ ഇത് സൺഡേ ആണ്, ഞാനിപ്പോൾ ഇത് മൺഡേയിലേക്കുള്ള ലഞ്ച് ബോക്സാണ് ഞാൻ റെഡിയാക്കിയത്. ഇത് എന്നിട്ട് ഓരോ ദിവസം വൈകിട്ട്, ഇപ്പോൾ നാളെ വൈകിട്ട് ട്യൂസ്ഡേയിലേക്കുള്ളത് പാക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസം അല്ലെങ്കിൽ ഞാൻ മാക്സിമം 3 ദിവസം വരെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ആണ്. പിന്നെ നമുക്ക് അങ്ങനെ വീട്ടിൽ ഫുഡില്ലാതെ വന്ന് ഒരു അൺഹെൽത്തി കഴിക്കേണ്ട ഒരു ഓപ്ഷനിലോട്ട് എന്തായാലും വരത്തില്ല. നമുക്കിപ്പോൾ ഓൾറെഡി ഫുഡ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കില്ലല്ലോ, അത് എടുത്തുകൊണ്ട് പോകാനല്ലേ നോക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം 2-3 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറാണ് പതിവ്. അപ്പം നിങ്ങൾ വയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വയ്ക്കണേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ അത് തുറന്ന് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത് വൃത്തിയായിട്ട് തന്നെ അത് അടച്ചു വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കും. ഇൻ കേസ് ഇപ്പം ഇനി നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് ചീത്തയായി പോകുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ 3 ദിവസത്തേക്കുള്ള ടിഫിൻ ബോക്സ് ഇപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് ഇത് ഈ ടിഫിൻ ബോക്സിലിരിക്കുന്ന ഫുഡ് ചൂടാറി കഴിയുമ്പോൾ അതെല്ലാം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ പണി ഇച്ചിരിയും കൂടെ ഈസിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ബോക്സ് എടുത്തുകൊണ്ട് പോയാൽ മതി. അതിൽ പിന്നെ പകർത്താനും പിടിക്കാനൊന്നും നിൽക്കണ്ട. അത് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. അപ്പം ഇതിനി ഞാൻ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഇത് രണ്ടും ഞാൻ ചൂടാറി കഴിയുമ്പോൾ 2 സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഇതാണ് അപ്പം നമ്മുടെ ഈസി ഹെൽത്തി ലഞ്ച് റെസിപ്പി. ഇതിപ്പോൾ ഡയറ്റ് നോക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. അത് വെയിറ്റ് ലോസ് ആയതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മെയിൻ്റനൻസിനൊക്കെയാണ് നിങ്ങൾ ഈ ഫുഡ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എണ്ണയിൽ താളിച്ച് ഈ പരിപ്പിലോട്ട് ഇടാം. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടില്ല, ഇച്ചിരി കൂടെ ടേസ്റ്റി ആക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങ ചെറുക്കിയതൊക്കെ ചേർക്കാം. പക്ഷേ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചേർക്കണ്ട, ഈ റെസിപ്പി തന്നെ കഴിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.